الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അല്ലാഹുവിനെ സമർപ്പിക്കുകയും യഥാവിധി അവനു തഖ്വ ചെയ്തുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാനുമാണോ ആജ്ഞാപിച്ചിട്ടുള്ളത്, അപ്രകാരമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് ആദ്യമായി സ്വന്തത്തെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുകയാണ്, അതിശക്തിയായ ഭാഷയിൽ ഉപദേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലം ഇസ്ലാമികമായിട്ട് പ്രകാരമായിരിക്കണം എന്ന വിഷയത്തെയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നാം ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബാന്തരീക്ഷം അവരവരുടെ റോളുകളിൽ നിന്നുകൊണ്ട്, കുടുംബനാഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോളിൽ നിന്നുകൊണ്ട്, ഇണയായി വരുന്ന കുടുംബനാഥ അവരുടെ തലത്തിൽ നിന്നുകൊണ്ട്, അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ തലങ്ങളിൽ അവനവനുള്ള ഉത്തരവാദിത്തങ്ങൾ എപ്രകാരമാണ് നിർവഹിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ച് ബാധ്യത ഏൽപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ അനവധി സ്ഥലങ്ങളിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സുന്ദരമായ ഉത്തരവാദിത്വ നിർവഹണങ്ങൾ നിർവഹിച്ച് ഇസ്ലാമികമായി നിലനിന്ന ഒരു കുടുംബമാണ് എങ്കിൽ അവരനുഭവിക്കുന്ന അനുഭൂതിദായകമായ, വിവരിക്കാൻ വാക്കുകൾ കിട്ടാത്ത ഒരു പാരത്രികമായ ലോകത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. നേരെ തിരിച്ചു ആ ബാധ്യതാ നിർവഹണങ്ങൾ കൃത്യമായി നിർവഹിക്കാതെ ജീവിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഭൗതികമായ ലോകത്തെ മാത്രം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട്
അതിൻ്റെ സുഖലോലുപതകളിലും അതിൻ്റെ സൗകര്യങ്ങളിലും അതിൻ്റെ അനുഭൂതിദായകമായ ചർച്ചകളിലും ചിന്തകളിലുമായിട്ടാണ് പോകുന്നത് എങ്കിൽ വരാനിരിക്കുന്ന പാരിത്രികമായ ലോകത്ത് ആ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന വേദനാജനകമായ അവസ്ഥാവിശേഷങ്ങളെയുമാണ് ഇസ്ലാം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഹസൻ അൽ ബസരി റഹ്മഹുല്ലയോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഇമാം അവർകളെ, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയെ ഞാൻ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ് അങ്ങേക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. വഖാല റജുലുൻ ലിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു റഹ്മഹുല്ലാ അൽ ബസരി, ഹസൻ ഇബ്നു അലി എന്ന് പറയുന്ന ഹസൻ അൽ ബസരി റഹിമഹുല്ലയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇന്നലി ബിൻതൻ, തീർച്ചയായും എൻ്റെ അധീനതയിൽ അല്ലെങ്കിൽ എനിക്കൊരു മകളുണ്ട്, എനിക്കൊരു പുത്രിയുണ്ട്, തീർച്ചയായും ഫമൻ തറ അൻ ഉസവ്വിജഹ ലഹു, ആ പുത്രിയെ, ആ മകളെ അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ള ആ പെൺകുട്ടിയെ ഞാൻ എങ്ങനെയുള്ള ഒരാൾക്ക് ഇണയാക്കി കൊടുക്കണം എന്നാണ് അങ്ങ് പറയുന്നത്, അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇമാമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ കാല, അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിന്റെ മകളെ അല്ലെങ്കിൽ നിന്റെ പുത്രിയെ, അതല്ലെങ്കിൽ നിന്റെ കീഴിലുള്ള നിന്റെ ആ പെൺകുട്ടിയെ നീ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് ലിമൻ യത്തക്കില്ല, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ഇമാം അവർ പറയുകയാണ്, ഫൈൻ അഹബ്ബഹ, അങ്ങനെ തഖ്വയുള്ള ഒരാൾക്ക് നീ വിവാഹം ചെയ്തു കൊടുത്താൽ അയാൾക്ക് അവളോട് ഇഷ്ടമാണ് എങ്കിൽ അക്രമഹ, അവളെ അവൻ ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ട് നടക്കും. ഒരു ഇണ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് തഖ്വയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു ഇണ കടന്നു വന്നാൽ വളരെ ബഹുമാനാദരവുകളോടുകൂടി വളരെ നന്നായി അവൻ അവളെ പരിപാലിച്ചു കൊണ്ട് നടക്കും. എന്നിട്ട് ഇമാം അവർ പറയുകയാണ്, വൈൻ അബു അള്ളഹ, ഇനി എന്തെങ്കിലും ഒരു കോപമുണ്ടാകുന്ന, ഒരു ദേഷ്യമുണ്ടാകുന്ന ഒരു പ്രവർത്തനം അവളിൽ നിന്നുണ്ടായാൽ ഫലം ലം യദ്ലിംഹ, ഒരിക്കലും അവൻ അവളെ ദ്രോഹിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല, മറിച്ച് ക്ഷമിക്കും. ഇത് ഇണകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഈ വിഷയം ഇവിടെ പറഞ്ഞത് തീർച്ചയായും ഒരു കുടുംബത്തിന്റെ കുടുംബനാഥൻ തഖ്വയുള്ളവനായിരിക്കണം. അത് പറയാനാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറഞ്ഞത്. തഖ്വയുള്ള മനുഷ്യന്മാർക്കാണ് ക്ഷമ കൈക്കൊള്ളാൻ കഴിയുക. ക്ഷമയുള്ളിടത്താണ് സ്വർഗമുണ്ടാകുക. ക്ഷമയുള്ളിടത്താണ് സമാധാനവും സ്വസ്ഥതയും ശാന്തിയും സഹാനുഭൂതിയും ദയയും കാരുണ്യവും ഒക്കെ വളർന്നു വരിക. അപ്പൊ ഐഹികമായ ലോകത്തിൽ ഒരു കുടുംബത്തിന്റെ അസ്ഥിവാരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ, സ്വസ്ഥത നമുക്ക് കിട്ടണമെങ്കിൽ, ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ സമാധാന അന്തരീക്ഷത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ആ കുടുംബത്തെ നയിക്കുന്ന കുടുംബനാഥൻ തഖ്വയുള്ളവനായിരിക്കണം. ആ തഖ്വ ക്ഷമയെ വളർത്തും. ആ ക്ഷമ ദുനിയാവിലും ആഖിറത്തിലും സമാധാനം നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, വിശുദ്ധ ഖുർആൻ അഭിഷേകമായി നമ്മളോട് രണ്ടിടങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. നാളെ പാരത്രിക ലോകത്ത് ഞാനും നിങ്ങളുമാകുന്ന കുടുംബം വരും. അതുകൊണ്ടാണ് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുടുംബത്തിന്റെ വിഷയത്തിൽ ജാഗരൂകനായിരുന്നു. എപ്പോഴും വളരെയേറെ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹം തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹായെയും അതുപോലെ തന്നെ മരുമകൻ അലി റളിയല്ലാഹു അൻഹുവിനെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് വിളിച്ച് രാത്രി നമസ്കാരങ്ങൾക്ക് വേണ്ടിയും രാത്രി പ്രാർത്ഥനകൾക്ക് വേണ്ടിയും വിളിച്ചുണർത്തുമായിരുന്നു. എന്തിനാണിത് ചെയ്യുന്നത്? തീർച്ചയായും എന്നോടൊപ്പം എൻ്റെ കുടുംബം ഉണ്ടാകണം. എവിടെ? ദുനിയാവിൽ മാത്രമല്ല, നാളെ പാരത്രിക ലോകത്ത്
നിത്യവാസത്തിന്റെ സ്വർഗീയ അനുഭൂതികൾ ഞാൻ അനുഭവിക്കുമ്പോൾ എന്നോടൊപ്പം എൻ്റെ കുടുംബം ഉണ്ടാകണം എന്നത് ഒരു വിശ്വാസിയുടെ ചിന്തയായിരിക്കണം. ഒരു കുടുംബനാഥന്റെ ചിന്ത അവിടെയാണ് തീർച്ചയായും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ജന്നാത്തു അദൻ, നിത്യവാസത്തിന്റെ സ്വർഗീയമായ ഭവനങ്ങൾ അത് വിശ്വാസികൾക്കുള്ളതാണ്. ഏദൻ തോട്ടങ്ങൾ എന്ന് പറയുന്നത്, നിത്യവാസത്തിന്റെ ഇടങ്ങൾ എന്ന് പറയുന്നത്, ആ ആരാമങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. യദ്ഖുലൂനഹാ, ആ ഏദൻ തോട്ടങ്ങളിലേക്ക്, ആ നിത്യവാസത്തിന്റെ സ്വർഗീയ അനുഭൂതി ആരാമങ്ങളിലേക്ക് പ്രവേശിക്കുന്നവരാരാണ്? ഖുർആൻ പറയുന്നു വമൻ സ്വലഹ. നന്നായി നമ്മൾ മനസ്സിലാക്കണം, വമൻ സ്വലഹ, നിലപാടുകൾ നന്നാക്കി തീർത്തവരാണവർ. നിലപാടുകൾ ഇന്ന് വരെ എങ്ങനെയായിരുന്നു എന്നതല്ല, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നിലപാടുകൾ നന്നാക്കി തീർക്കുന്ന ആളുകളാണ് ആ നിത്യവാസത്തിന്റെ സ്വർഗീയ അനുഭൂതികളിലേക്ക് പ്രവേശിക്കുക. ഞാനൊരു കുടുംബനാഥനാണ്, എൻ്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്നോടാണ് തീർച്ചയായും നാളെ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്നത്. എന്നോടൊപ്പം എൻ്റെ ജീവിത പങ്കാളിയാകുന്ന ഇണ തീർച്ചയായും ഒരു റായിയത്താണ് എന്ന് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചതാണ്. ഒരു ഭർത്താവിന്റെ വീട്ടിലെ ഇടയ എന്ന് പറയുന്നത് ആ വീടിന്റെ എല്ലാ കാര്യങ്ങളെയും മേയിച്ചുകൊണ്ട് നടക്കേണ്ടവൾ അൽമർഅത്തു സ്വാലിഹ, ആ കുടുംബനാഥയാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, തന്റെ കീഴിലുള്ളവരെ നന്നായി മേയിച്ചുകൊണ്ട് നടന്നാൽ അവൾ അവളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയവളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും. മറിച്ച് അവൾ അവളുടെ ഉത്തരവാദിത്വം നിറവേറ്റാത്തവളാണ് എങ്കിൽ, സ്വന്തം മക്കളുടെയും സ്വന്തം ഭർത്താവിന്റെയും തന്റെ കീഴിലുള്ളവരുടെയും ഉത്തരവാദിത്വം, മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വം നിറവേറ്റാത്തവളാണ് എങ്കിൽ തീർച്ചയായും അവൾക്ക് നാളത്തെ വിചാരണ വളരെ പ്രയാസകരമായി തീരുമെന്ന് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഓരോ റോളുകളിലാണ്, അല്ലെ? എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ എനിക്കും നിങ്ങൾക്കും ഓരോ റോളുകളുണ്ട്. ആ റോളുകളിൽ ഞാനും നിങ്ങളും കൃത്യമായി അള്ളാഹുവിന് തഖ്വയുള്ളവരായി കൊണ്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മസ്ഊലിയാത്തുകൾ, ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ നിർവഹിക്കുന്നവരാണ് എങ്കിൽ ഖുർആൻ പറയുകയാണ് അവർക്കുള്ളതാണ് നിത്യവാസത്തിന്റെ സ്വർഗീയ അനുഭൂതികൾ. അതിലേക്ക് ആരാണ് പ്രവേശിക്കുക? വമൻ സ്വലഹ, നിലപാടുകൾ നന്നാക്കി തീർത്തവർ. ഒഴുകുന്നത് പോലെ ഒഴുകിയാലും ജീവിച്ചു തീരും പ്രിയപ്പെട്ടവരെ ദുനിയാവ്, ഒരു സംശയമില്ല. ഒഴുകുന്നത് പോലെ നമ്മൾ ഒഴുകിയാലും ജീവിച്ചു തീരും ദുനിയാവ്, പക്ഷെ ആഖിറം തീരില്ല കേട്ടോ. എനിക്ക് എന്നോട് പറയാനുള്ളത് അതാണ്, പരലോകം തീരില്ല. പരലോകത്ത് നമുക്ക് അണുമണി വിചാരണയുടെ ഓരോ നാമ്പും, വിചാരണയുടെ ഓരോ വഴികളും നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിച്ചിട്ട് തന്നെയാണ് നമുക്ക് നാളത്തെ വിചാരണ പൂർത്തീകരിക്കാൻ കഴിയുക. താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും, തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴ്ത്ത് പാഴ്ചോറിൽ അമർന്നിരിക്കെ എന്ന് ചോദിക്കുന്നുണ്ട് കവി. ഞാൻ ഒറ്റക്ക് മുത്തക്കിയായി ജീവിച്ചിട്ട് അങ്ങട്ട് വലിയ സ്വർഗീയ അനുഭൂതികളിലേക്ക് പ്രവേശിച്ചു കളയാം. നിന്നാൽ കരയേറേണ്ട എത്രയോ പേർ, നിന്റെ മക്കള്, നിന്റെ ഇണ, നിന്നോടൊപ്പം ജീവിക്കുന്നവർ, അവരുടെയൊക്കെ വിഷയത്തിൽ നിന്നാൽ കരയേറേണ്ടവരാണ്. നീ കൈപിടിച്ച് അവരെയും ഈ തഖ്വയിലേക്ക് കൊണ്ടുവരേണ്ടവരാണ്. അവര് അങ്ങേയറ്റം ചെളിയിൽ പൂണ്ടിരിക്കുകയാണ്, തിന്മകളില്, ആഭാസങ്ങളില്, തോന്നിയവാസങ്ങളില് അങ്ങനെ പൂണ്ടിരിക്കുന്നു. നിന്നാൽ കരയേറേണ്ടവർ പലരും. എന്നിട്ട് നീ ഒറ്റയിൽ മുത്തക്കിയായിട്ട് അങ്ങോട്ട് കയറിപ്പോകാമെന്ന് വിചാരിക്കരുത് എന്ന് പറയുന്നത് പോലെ അല്ലാഹു തആല പറയുകയാണ്, ആരാണ് സ്വർഗീയ അനുഭൂതികളിലേക്ക് പ്രവേശിക്കുക? വമൻ സ്വലഹ, നിലപാടുകൾ നന്നാക്കി തീർത്തവർ. ആരാണവര്? മിൻ ആബാഇഹിം, പിതാക്കന്മാര്. ഒന്നാമതായി ഖുർആൻ എണ്ണുന്നത് കുടുംബനാഥനെ കുറിച്ച് തന്നെയാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ എന്ന് ഖുർആൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിന്റെ നെടുംതൂണായി, ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും തന്റേടവും കഴിവും പ്രാപ്തിയും നൽകപ്പെട്ട പുരുഷൻ തന്നെയാണ്. ഖുർആൻ പറയണേ മിൻ ആബാഇഹിം, ഒരു കുടുംബത്തിലെ പിതാക്കന്മാര് നിലപാടുകൾ നന്നാക്കി തീർക്കണം.
രണ്ടാമത് ഖുർആൻ പറഞ്ഞു വഅസ്വാജിഹിം, ആ പിതാക്കന്മാരോടൊപ്പം ജീവിതം പങ്കിടുന്ന ഉമ്മമാര്, അവരുടെ ഇണകളാകുന്ന മാതാക്കള് അവരുടെ റോളുകൾ നിർവഹിക്കണം, അവരുടെ ബാധ്യതകൾ നിറവേറ്റണം, അവരുടെ കടപ്പാടുകൾ നിറവേറ്റണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മക്കള് കോളേജ് വിട്ടു വന്നാൽ നമ്മൾ ഓരോരുത്തരും ചോദിക്കും ഭക്ഷണം കഴിച്ചോ? നമുക്ക് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണ് മാതാക്കള്. പക്ഷേ നമ്മൾ ചോദിച്ചോ ലോഹർ നമസ്കരിച്ചോ എന്ന്? നമ്മൾ ചോദിച്ചോ അസ്ർ നമസ്കരിച്ചോ എന്ന്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, ആ സുഖാനുഭൂതികളുടെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് പ്രവേശിക്കണം, നിലപാടുകൾ നന്നാക്കി തീർക്കണം. കേടുപാടുകൾ വന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യണം. അതാണ് സ്വലഹ. നമസ്കാരത്തിന്റെ വിഷയത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ? റിപ്പയർ ചെയ്യണം. ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ? 1 1.5 2 2.5 3 എന്ന് പറയാവുന്ന ലക്ഷങ്ങൾ മാസം തോറും ശമ്പളം വാങ്ങുന്ന മകൻ സക്കാത്ത് കൊടുത്തോ എന്ന് ചോദിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. റിപ്പയർ ചെയ്യണം കേട് വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ റിപ്പയർ ചെയ്ത് പോകുന്നവരാണ് സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കുക. ഒഴുക്കിനനുസരിച്ച് പോകുന്നവരല്ല, നാടോടുമ്പോൾ നടുവേ ഓടുന്നവരല്ല. എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ ഭൂമിയുടെ പ്രതിനിധിയായി ഈ ഭൂമിയിൽ തലമുറകൾ മാറി മാറി വരാനുള്ള ഈ ഭൂമിയുടെ അവകാശികളായി കൊണ്ട് ഏറ്റവും പ്രധാനമായി സൃഷ്ടിക്കപ്പെട്ട വർഗം. ആ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്റെ കയ്യിലേക്കാണ് അല്ലാഹു തആല അവന്റെ ദീനിനെ തന്നത്. ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾക്കാണ് അല്ലാഹു തആല അവന്റെ ദീനിനെ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. എന്താണ് ആ ദീൻ? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. അല്ലാഹു പറയാണ്, ആ ദീനിനെ എങ്ങനെയാണ് വിജയിപ്പിച്ചു കാണിക്കേണ്ടത് എന്ന് കൃത്യമായി കാണിച്ചു തരാനുള്ള ഒരു പ്രവാചക ദൂതന് അല്ലാഹു തആല പറഞ്ഞയച്ചു തന്നിട്ട് ആ പ്രവാചകൻ അവിടത്തെ 23 വർഷക്കാലം കൊണ്ട് ആ ദീൻ എങ്ങനെയാണ് വിജയിക്കുക എന്ന് കാണിച്ചു തന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഇനി നിങ്ങളുടെ ഇടയിൽ ഒരുപാട് ദീനുണ്ട്, ഒരുപാട് ഇസങ്ങളുണ്ട്, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. ആ പ്രത്യയശാസ്ത്രങ്ങളുടെയും ഇസങ്ങളുടെയും ദീനുകളുടെയും ഒക്കെ ഇടയിൽ ഇസ്ലാമാകുന്ന ദീനിനെ എഴുന്നേറ്റ് നിൽക്കണം, ഇസ്ലാമാകുന്ന ദീൻ വിജയിച്ചു നിൽക്കണം, ഇസ്ലാമാകുന്ന ദീൻ ഏറ്റവും പ്രകടമായി നിൽക്കണം. അതാണല്ലോ പറഞ്ഞത്. ഞാനും നിങ്ങളുമാണ് അത് നിലനിർത്തേണ്ടത്, അല്ലെ? ആ നിലനിർത്തേണ്ട ഈ ദീനിനെ റിപ്പയർ ചെയ്യേണ്ട ഓരോ ഇടങ്ങളിലും റിപ്പയർ ചെയ്യണം. അങ്ങനെ പിതാക്കൾ റിപ്പയർ ചെയ്യേണ്ടടുത്ത് അവരുടെ സ്വന്തം ജീവിതത്തിലും അവരുടെ കുടുംബത്തിന്റെ വിഷയത്തിലും അവരാ കേടുപാടുകൾ തീർത്തിട്ട് നിലപാടുകൾ നന്നാക്കണം. കൂട്ടിനാര് വേണം? വഅസ്വാജിഹിം, അവരുടെ ഇണകൾ വേണം. പിന്നെയോ വസുരിയാതിഹിം, അവരുടെ മക്കൾ വേണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പരസ്പരം അങ്ങനെ കേടുപാടുകൾ തീർക്കുകയാണ്. എന്തിനു വേണ്ടി? ജന്നാത്തു അദ്ൻ. എന്തൊരു മനോഹരമായ ഖുർആനിന്റെ പ്രയോഗം! എനിക്ക് എൻ്റെ മാതാപിതാക്കളോടൊപ്പം, എനിക്ക് എൻ്റെ പൊന്നോമന മക്കളോടൊപ്പം, എനിക്ക് എൻ്റെ ഇണകളോടൊപ്പം, എനിക്ക് അങ്ങനെ പരസ്പരം 2 പേരും 3 പേരും ആ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളും ഇണകളും ഭർത്താവും അതുപോലെ തന്നെ മക്കളും എല്ലാവരും അവരവർക്ക് പോരായ്മയുള്ള എല്ലാ ഇടങ്ങളിലും റിപ്പയർ ചെയ്ത് നിലപാടുകൾ നന്നാക്കി തീർത്ത് അവര് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, അവരാണ് അല്ലാഹുവിന്റെ ഏദൻ തോട്ടങ്ങളിൽ പ്രവേശിക്കുന്നവർ. എത്ര കൃത്യമായിട്ട് ഖുർആൻ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, തീർച്ചയായും വസുരിയാതിഹിം, അവരുടെ സന്താനങ്ങളും അതുപോലെ തന്നെയാണ്, നിലപാടുകൾ നന്നാക്കി തീർക്കുന്നവരാണ്. അവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലൂടെയും കയറി ഇറങ്ങുന്ന മലാകമാരോടൊപ്പം, മലായിക്കത്തുകളോടൊപ്പം, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും സ്വർഗലോകത്തേക്ക് കയറി ഇറങ്ങിപ്പോകുന്ന മാലാകമാരോടൊപ്പം നിങ്ങൾക്കും പ്രവേശിക്കണമോ? നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളോടൊപ്പം വേണോ? നിങ്ങളുടെ മാതാക്കൾ നിങ്ങളോടൊപ്പം വേണോ? നിങ്ങളുടെ മക്കൾ നിങ്ങളോടൊപ്പം വേണോ? വമൻ സ്വലഹ, നിലപാടുകൾ നന്നാക്കി തീർത്തവരാരാണോ അവരോടൊപ്പം നിങ്ങൾക്കും പോകണമോ? നിങ്ങളുടെയും നിലപാടുകൾ നന്നാകണം.
എന്നിട്ട് ഖുർആൻ ആ ആയത്തിന് ശേഷം പറഞ്ഞു സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾക്ക് സമാധാനമാണ് കേട്ടോ, ഭയപ്പെടേണ്ടതില്ലാത്ത, ദുഃഖിക്കേണ്ടതില്ലാത്ത, കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതില്ലാത്ത, പ്രാരാബ്ധങ്ങളില്ലാത്ത, ഉത്തരവാദിത്തങ്ങളില്ലാത്ത ഒക്കെ ദുനിയാവിലാവുള്ളൂ, പരലോകത്തൊന്നുമില്ല. എല്ലാം തികഞ്ഞ ആ സ്വർഗീയ അനുഭൂതികളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണം സമാധാനത്തോടെ. സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ മാലാഖമാരുടെ സമാധാന ആശീർവാദങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രവേശിക്കണമോ? ബിമാ സബർതും, ഈ ലോകത്ത് നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിന് സാധിക്കുക. മക്കളെ തിരുത്തുന്ന മാതാപിതാക്കളായിക്കൊണ്ട് ക്ഷമയോടുകൂടി നമ്മൾ നിൽക്കണം. മക്കള് മക്കളുടെ പ്രായത്തിലാണ്, മക്കള് മക്കളുടെ ലോകത്താണ്, മക്കള് മക്കളുടെ കൂട്ടുകാരോടൊപ്പമാണ്, മക്കള് മക്കളുടെ ഗ്യാങ്ങുകളിലാണ്, അല്ലെ? അങ്ങനെയാണ് അവരുടെ പ്രായം. ആ മക്കളെ നിങ്ങൾ തിരുത്താൻ ഒരുപാട് ക്ഷമ നിങ്ങൾക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. ആ മക്കളെ നേരായ വഴിയിലേക്ക് നയിക്കാൻ വളരെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശരി, ബിമാ സബർതും, പിതാവിനെ മക്കളായിട്ട്, ഉമ്മാനെ തിരുത്തുന്ന മക്കളായിട്ട്. ഉമ്മാടെ ഈ വസ്ത്രധാരണ രീതി ഉണ്ടല്ലോ, പറ്റില്ലട്ടോ ഉമ്മ, സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാത്തതാണ് എന്ന് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് ഉമ്മ തിരുത്ത് എന്ന് പറയുന്ന മക്കളായിക്കൊണ്ട്, മോളെ ഇങ്ങനെ പോകലട്ടോ, എല്ലാവരും പോകുന്നത് പോലെ കോളേജിലേക്ക് പോകേണ്ടവളല്ല ഉമ്മാടെ മോള് അള്ളാഹു പറഞ്ഞതുപോലെ വസ്ത്രം ധരിക്കണമെന്ന് മോളെ തിരുത്തുന്ന ഉമ്മയായി. ഇതാണ് കുടുംബം, ഇതാണ് ഇസ്ലാം പറയുന്ന കുടുംബം. പരസ്പരം നിങ്ങൾ ക്ഷമയോടുകൂടി നിന്നുകൊണ്ട് നിങ്ങൾ പരസ്പരം തിരുത്തുകയാണ്, നന്നാക്കി തീർക്കുകയാണ്, റിപ്പയർ ചെയ്യുകയാണ്. ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര മനോഹരമായിരിക്കും, എത്ര സുഖാദായകമായിരിക്കും, എത്ര സുമോഹനമായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ. അതെ, നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനമാണ്. അല്ലാഹു തആല അവന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ന് നിങ്ങളോളം നല്ല ഭവനം കിട്ടുന്ന, നിങ്ങളോളം ഏറ്റവും നല്ല ഭവനം കിട്ടുന്ന വേറൊരു കൂട്ടരുമില്ല കേട്ടോ. അത്ര സുന്ദരമായ ഭവനമാണ് നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ പര്യവസാനത്തിന്റെ ഭവനമായി സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് സൂറത്തുർ റഅദിലെ 13-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വചനത്തിലൂടെയാണ് അല്ലാഹു തആല ഈ വിഷയം നമ്മളോട് പറയുന്നത്. ഇനിയോ, ഈ ഖുർആൻ ഇതേ ആശയം വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ പറയുന്നതല്ല, നമുക്ക് വേണ്ടി മാലാഖമാര് പ്രാർത്ഥിക്കുകയാണ്. പാപ്പയും ഉമ്മയും അതുപോലെ തന്നെ മക്കളും ഒക്കെ നന്നായി നിലകൊണ്ടപ്പോൾ നമുക്ക് വേണ്ടി മാലാഖമാർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തിനു വേണ്ടി. മാലാഖമാരെ പണികളാണ്. മാലാഖമാർ അല്ലാഹുവിന്റെ അർശ് വഹിച്ചു കൊണ്ടിരിക്കും. ദുനിയാവിലുള്ള വിശ്വാസികൾക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടിയും അവരുടെ നന്മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഇതാണ് മാലാഖമാരുടെ പണി. ഖുർആൻ കൃത്യമായി പറഞ്ഞതാ. നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് ചോദിക്കും. നമ്മുടെ നിലപാടുകൾ നന്നാക്കി തീർക്കാൻ തീരുമാനിച്ചാൽ, ഇന്നലെ വരെ എങ്ങനെയായിരുന്നു വിഷയമില്ല, ഇന്നലെ എന്റെ വിവാഹത്തിൽ എങ്ങനെയല്ലായിരുന്നു, നീ തിരുത്താൻ തയ്യാറാണോ? നീ ഇവിടെ നിന്ന് നന്നാകാൻ തയ്യാറാണോ? ഇവിടെ നിന്ന് നീ ഇസ്ലാഹ് സ്വീകരിക്കാൻ തയ്യാറാണോ? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാലാഖമാരുണ്ട്. നിന്റെ കുടുംബം നന്നാകാൻ തയ്യാറാണോ? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹു പറയണേ, റബ്ബനാ, ആ മാലാഖമാര് പറയും, ഞങ്ങളുടെ റബ്ബേ, ഈ ഏദൻ തോട്ടങ്ങളിൽ, ഈ സുന്ദരമായ നിത്യവാസ ആരാമങ്ങളിൽ നീ അവരെ പ്രവേശിപ്പിക്കണമേ. നിലപാടുകൾ നന്നാക്കി തീർത്ത ഒരു കുടുംബമാണവർ. അവരുടെ മാതാപിതാക്കളും അവരുടെ മക്കളും ഒക്കെ നന്നാകാൻ തീരുമാനിച്ച ഒരു കുടുംബമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നീ അവരെ പ്രവേശിപ്പിക്കണമേ ജന്നാത്തു അദൻ, നിത്യവാസത്തിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ അവരെ നീ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അല്ലതീ വഅദ്തഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്തതാണ്. നന്നാകാൻ തീരുമാനിച്ചവർക്ക് വാഗ്ദാനം ചെയ്തതാണ്. നന്നാകാമെന്ന് പ്രതിജ്ഞയെടുക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഞാനിതാ നന്നാകാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് നീ കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗം അവർക്ക് നീ കൊടുക്കണമേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു മാലാഖമാർ. എന്നിട്ട് ഖുർആൻ പറയണേ, വമൻ സ്വലഹ, ആരാണ് അവര്? ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? നിലപാടുകൾ നന്നാക്കി തീർത്തവർക്ക് വേണ്ടി. ഞാനും നിങ്ങളും തയ്യാറുണ്ടോ എന്നാണ് പ്രിയപ്പെട്ടവരെ. വർത്തമാനകാല ലോകത്ത് ഏറ്റവും കൂടുതൽ
എനിക്കും നിങ്ങൾക്കും സങ്കീർണമായി തീർന്നിരിക്കുന്ന, ഏറ്റവും വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എന്നോട് നിങ്ങളോട് ഖുർആൻ ചോദിക്കുകയാണ്, ഞാനും നിങ്ങളും തിരുത്താൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ കുടുംബ രംഗത്ത് നമ്മൾ നിലപാടുകൾ നന്നാക്കി തീർക്കാൻ തയ്യാറുണ്ടോ? നമുക്ക് വേണ്ടി മാലാഖമാർ ദുആ ചെയ്യും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ വീണ്ടും പറഞ്ഞു, ആർക്കൊക്കെ മിനാബായിഹിം, അവരിൽ പിതാക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, വഅസ്വാജിഹിം, അവരുടെ മാതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, വസുരിയാതിഹിം, അവരിലുള്ള മക്കൾക്ക് വേണ്ടി നിലപാടുകൾ നന്നാക്കി തീർത്ത ഒരു കുടുംബത്തിന് വേണ്ടി വാനലോകത്തിരിക്കുന്ന മാലാഖമാര് അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലാഹുവേ അവരെ സ്വർഗീയ ലോകത്ത് പ്രവേശിപ്പിക്കണമേ എന്ന്. എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചതോ, ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീയാണ് പ്രതാപവാൻ, നീയാണ് എല്ലാ കാര്യങ്ങളും യുക്തിസഹമായി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. ആ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ആ മാതാപിതാക്കളും മക്കളുമുള്ള ആ നല്ല കുടുംബം അവരുടെ നിലപാടുകൾ നന്നാക്കി തീർത്തിരിക്കുന്നു, അവർക്ക് നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, ഏദൻ തോട്ടങ്ങളിൽ പ്രവേശിപ്പിക്കണമേ എന്ന് മാലാഖമാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് 40-ാമത്തെ അധ്യായം സൂറത്തുൽ ഗാഫിർ അതിന്റെ 8-ാമത്തെ വചനത്തിലാണ്. എന്തൊരു മനോഹരമായ, എന്തൊരു പ്രതീക്ഷാ നിർഭരമായ ഒരു വാക്യമാണ് പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ ഈ വാക്യം. എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും നിലപാട് നന്നാക്കി തീർക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ വിശിഷ്ടരായ സൃഷ്ടികളാകുന്ന മാലാഖമാര്, മലായിക്കത്തുകൾ കൂടി നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. എന്തു വേണം? ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു തആല കൃത്യമായി പറയുന്നുണ്ടത്. സൂറത്ത് തൂർ 52-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ, സ്വർഗീയ ലോകത്ത് അവർ പരസ്പരം അഭിമുഖമായിരുന്നു കൊണ്ട് അവരുടെ വർത്തമാനങ്ങൾ അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ദുനിയാവിൽ എന്തോരം കഷ്ടപ്പെട്ടല്ലേ, ദുനിയാവിൽ ആരൊക്കെ നമ്മളെ പരിഹസിച്ചല്ലേ, ആരെല്ലാം നമ്മളെ കളിയാക്കിയല്ലേ, ആരെല്ലാം നമ്മളെ പിശുക്കന്മാരെന്ന് വിളിച്ചു അല്ലെ. കല്യാണം ഒന്ന് നമ്മള് ലളിതമായി നടത്തിയാൽ പിശുക്കായി. ധൂർത്ത് ഇസ്ലാമിന് പാടില്ല, ധൂർത്ത് ഇസ്ലാമികമല്ല, അത് യഹ്വാന് ശയാത്തീനാണ്, അത് ശൈത്വാന്റെ സഹോദരന്മാരാകലാണ് എന്ന് അല്ലാഹ് പറഞ്ഞതുകൊണ്ട് നമ്മളത് ലളിതമായി നടത്തിയാൽ 100,000 നാവുകളിൽ നിന്ന് പിശുക്കിന്റെ വാക്ക് കേൾക്കും. കളിയാക്കലുകൾ നടക്കും, കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരന്മാരിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന് അല്ലെ, എന്തെല്ലാം നടക്കും. അല്ലാഹ് പറയണേ, അവരങ്ങനെ സ്വർഗലോകത്ത് വന്നിരുന്നിട്ട് പരസ്പരം ഇതൊക്കെ ഇങ്ങനെ അഭിസംബോധന ചെയ്യണേ. എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടു, എന്തെല്ലാം കളിയാക്കലുകൾ നമ്മൾ സഹിച്ചു, എന്തെല്ലാം പരിഹാസങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞു, നമ്മളെ മക്കളെ കുറിച്ച് എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞു. ഇതൊക്കെ അവരിങ്ങനെ പരസ്പരം ഇരുന്ന് പറയണേ കാലു. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഇന്നാ കുന്നാ ഖബ്ല ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, എന്നാല് നമ്മൾ മുമ്പ് തന്നെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഭയങ്കര പേടിയുള്ളവരായിരുന്നു, ഭയങ്കര ഭയമുള്ളവരായിരുന്നു. ദുനിയാവിൽ നമ്മുടെ കുടുംബം എങ്ങാനും കൈവിട്ടു പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ, നരകത്തിൽ പതിച്ചു പോകുമോ, നരകത്തിന്റെ വിറകുകളായി പോകുമോ എന്ന പേടി, ഭയം, അത് നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ഖുർആൻ പറയുന്നത് ഫമന്നല്ലാഹു അലൈനാ, ആ പേടി നമുക്കുണ്ടായത് കൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് നന്മ ചെയ്തു, ഒരുപാട് അനുഗ്രഹം ചെയ്തു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടത്. ആരൊക്കെ കളിയാക്കിയപ്പോഴും, ആരൊക്കെ പരിഹസിച്ചപ്പോഴും നമ്മൾ കൈവിട്ടില്ല അള്ളാഹിന്റെ ദീനിനെ. നമ്മളതിനെ മുറുകെ പിടിച്ചു. നമുക്ക് പേടിയുണ്ടായിരുന്നു, നാളെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നമ്മൾ നഷ്ടകാരികളിൽ പെട്ടുപോകുമോ എന്ന ഭയം. അതുകൊണ്ട് നമ്മൾ അള്ളാഹിന്റെ ദീനിനെ മുറുകെ പിടിച്ചു. ഫമന്നല്ലാഹു അലൈനാ, അതുകൊണ്ട് അല്ലാഹു തആല ഇപ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു. ഒരു നിമിഷം ഞാൻ നിൽക്കേണ്, എന്റെ കുടുംബത്തിന് കിട്ടുമോ അനുഗ്രഹം? നമ്മളിൽ എത്ര പേരെ കുടുംബത്തിന് കിട്ടും? വെറുതെ ആലോചിച്ചാൽ മതി. കിട്ടണ്ട പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഒഴുകുന്ന ആ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം എന്റെയും നിങ്ങളുടെയും കുടുംബം ഉണ്ടാകുമോ? എന്നിട്ട് അവര് പറഞ്ഞു, രോമകൂപങ്ങളെ തുളച്ചു കയറുന്ന ശിക്ഷയിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തു. അള്ളാഹ് നമ്മളെ കാത്തു. നമ്മളെ പേടിച്ച് ഭയപ്പെട്ട് അള്ളാഹുവിന്റെ ദീനിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി മുമ്പ്. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് ഇന്ന് ഒരുപാട് അനുഗ്രഹം ചെയ്തു. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? കത്തിയാളിക്കൊണ്ടിരിക്കുന്ന നരകാഗ്നിയുടെ രോമകൂപങ്ങളിലേക്ക് തുളച്ചു കയറുന്ന അള്ളാഹുവിന്റെ ശിക്ഷ. ആ ശിക്ഷയെ തൊട്ട് അള്ളാഹു തആല നമ്മളെ കാത്തു എന്നവർ പറയും.
എന്നിട്ട് ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു, നമ്മൾ മുമ്പ് ഒരുപാട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അല്ലാഹുവേ നരകശിക്ഷയിലേക്ക് ഞങ്ങളെ തള്ളിയിടല്ലേ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ തള്ളിയിടല്ലേ, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളെ തള്ളിയിടല്ലേ, അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ തള്ളിയിടല്ലേ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹ് പറയാ, അവര് പറയണേ നമ്മൾ അങ്ങനെ അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ എത്ര കണ്ട് ദുആ ചെയ്യുന്നുവോ അതിനേക്കാൾ നമുക്ക് വേണ്ടി മാലാഖമാർ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചു ഇന്നഹു ഹുവൽ ബർറുർ റഹീം, നിശ്ചയം അല്ലാഹു അവൻ അങ്ങേയറ്റം പുണ്യം ചെയ്യുന്നവനാണ്, അങ്ങേയറ്റം കരുണാ വാരിധിയാണ്, റഹീമാണ്. റഹീം റഹ്മാനല്ല അല്ലാഹു ഉപയോഗിച്ചത്, റഹീം. അല്ലാഹുവിന്റെ കാരുണ്യം വിശ്വാസികൾക്ക് വേണ്ടി മാത്രം എടുത്തു വെക്കുന്ന പാരത്രിക ലോകത്ത് അവന്റെ കരുണ അങ്ങേയറ്റമായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അവൻ അങ്ങേയറ്റം പുണ്യം ചെയ്യുന്നവനാണ്, ദയയുള്ളവനാണ് എന്ന് നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഈ രോമകൂപങ്ങളെ തുളച്ചു കയറുന്ന ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാക്കുകയും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരികയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വർഗീയ ലോകത്തെത്തിയത് എന്ന് അവർ പരസ്പരം അഭിമുഖമായിരുന്ന് പറയുന്ന വർത്തമാനം സൂറത്ത് തൂറില് 25 മുതൽ 28 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. എപ്പോഴെങ്കിലും ഞാനും നിങ്ങളും ഇങ്ങനെ ഒരു ശിക്ഷയിൽ നിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരായിട്ടുണ്ടോ എന്ന് സാന്ദർഭികമായി ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടാവുന്ന ഒരു കുടുംബമായി തീരാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ ദൗത്യം അതായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. നമ്മളത് ചിന്തിച്ചു നോക്കുക. പേടി ഉണ്ടാകേണ്ടത് ദുനിയാവിൽ അവരാരാകും, IAS ആകോ, കളക്ടറാകോ, ജോലി കിട്ടോ, ഗവൺമെൻറ്റിലെത്തോ, ഗൾഫിൽ പോകുമോ, അതൊന്നുമല്ല. അതിനേക്കാളൊക്കെ പേടി ഉണ്ടാകേണ്ട ഒരു വിഷയം, എൻ്റെ മക്കൾ നാളെ നരകത്തീരെ വിറകുകളായി തീരുമോ, ആ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുന്നവരായി തീരുമോ എന്നതായിരിക്കണം നമ്മുടെ പേടി. അതിൽ നിന്ന് എപ്പോഴും രക്ഷ ചോദിക്കുന്നവരായിരിക്കണം നമ്മുടെ നാവുകൾ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കണം എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാവണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അതിലേറ്റവും നല്ല രൂപത്തിൽ ആ കാര്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد, സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ നിർദ്ദേശങ്ങളും ശരിയാവണ്ണം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാനുള്ള പരിശ്രമം എപ്പോഴും കൈക്കൊള്ളണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അതിവിശാലമായ ഒരു വിഷയത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. കേൾക്കുന്നത് ശരിയാവണ്ണം സ്വീകരിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നമ്മൾ ഓരോരുത്തരും നിലനിർത്തുക. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മാതൃകാപരമായി അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹമാകുന്ന രൂപത്തിൽ നമ്മളാക്കി തീർക്കുക. അത് മാത്രമാണ് എനിക്ക് രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളോടും എന്നോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യാനുള്ളത്. അള്ളാഹു നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിന വ അലാ കുല്ലി ഉമൂരിന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വ ഇലൈക അനീബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب